പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 42 എന്ന WWE അടുത്ത ബിഗസ്റ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ്. പതിവ് പോലെ റസൽമേനിയ ഈ വർഷവും 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഏപ്രിൽ 19 തീയതിയും ഏപ്രിൽ 20 തീയതിയും 2 ദിവസവും രാവിലെ 3:30 മുതലാണ് ഈ ഒരു ഷോ ലൈവ് ആരംഭിക്കുന്നത്. അതായത് മെയിൻ ഷോ ലൈവ് ആരംഭിക്കുന്നത് ഈ 3:30 മുതൽ ആരംഭിക്കുന്ന ഷോ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ മാക്സിമം കൂട്ടുകാരെ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ റസൽമേനിയ 42 ആദ്യ ദിവസം ഏപ്രിൽ 19 തീയതി അടുത്ത ഞായറാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ ഒരു പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ മണിക്കൂറിൽ നടക്കാൻ പോകുന്നത് 2 മത്സരങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഒരു 6-man ടാഗ് ടീം മത്സരമാണ്. LA നൈറ്റും ഊസോസും ടീം ആയിക്കൊണ്ട് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഓസ്റ്റിൻ തിയറി, ലോഗൻ പോൾ തുടങ്ങിയ ദ വിഷൻ ടീം, അതുപോലെ തന്നെ സെലിബ്രിറ്റിയായ ഐഷോ സ്പീഡ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ടാഗ് ടീം മത്സരം. ഇതിലെ ഒരു വിജയസാധ്യത കൂടുതലുള്ളത് ഊസോസ്, LA നൈറ്റ് തുടങ്ങിയവർക്കാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുകൂടാതെ ഈ ഫസ്റ്റ് ഹവറിൽ നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു അൺസാങ്ഷൻഡ് മാച്ചാണ്. കിടിലമായിട്ടുള്ള ഒരു മത്സരമായിരിക്കാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു മത്സരം കൂടിയാണ്. ഇതിലെ ഒരു വിജയ സാധ്യത ജേക്കബ് ഫാറ്റുവിന് അനുകൂലമാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നീട് നടക്കാൻ പോകുന്നത് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നുണ്ട്. ഇതൊരു ഫേറ്റൽ 4-way മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീം, ഹോൾ ഓഫ് ഫെയിമേഴ്സായ ബെല്ല ട്വിൻസ്, ലൈറ വാൽക്കീരിയ, ബെയ്ലി, ഷാർലറ്റ് അലക്സിയ തുടങ്ങിയ 3 വ്യത്യസ്ത ടീമുകൾക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിൻ്റെ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഈ നിലവിലെ ചാമ്പ്യന്മാരായ ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു മത്സരത്തിൽ ചിലപ്പോൾ ബെല്ല ട്വിൻസിൻ്റെ നിക്കി ബെല്ലയ്ക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെ ഈ ടീമിനെ ഒഴിവാക്കിക്കൊണ്ട് കബൂക്കി വാരിയേഴ്സ് ടീമിനെ ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് നിക്കി ബെല്ല മെഡിക്കലി ക്ലിയർ ആയില്ലെങ്കിൽ മാത്രമാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും ബെല്ല ട്വിൻസ് പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് വുമൺസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ AJ ലീ ബെക്കി ലഞ്ചിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. AJ ലീക്ക് തന്നെയാണ് വിജയസാധ്യത എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. AJ ലീയുടെ കൂടെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ ലിക് മോർഗനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിൽ ലിക് മോർഗൻ പുതിയ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നീട് നടക്കുന്ന മത്സരം സെത്രോളൻസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ ഗുന്തറിനാണ് വിജയസാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് മത്സരമായിട്ട് നടക്കാൻ പോകുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് റാൻഡി ഓർട്ടൺ എന്ന സൂപ്പർ താരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിൽ റാൻഡി ഓർട്ടൺ പുതിയ ചാമ്പ്യൻ ആകുന്നതും, അതായത് റാൻഡി ഓർട്ടൻ്റെ കരിയറിലെ 15ാമത്തെ തവണ WWE ചാമ്പ്യൻ ആകുന്നതായിരിക്കും റസൽമേനിയയുടെ ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് റസൽമേനിയ 42 ആദ്യ ദിവസവും 2ാമത്തെ ദിവസവും ഹോസ്റ്റ് ചെയ്യുന്നത് സൂപ്പർ താരമായ റിട്ടയർ ചെയ്ത ജോൺസിനെ ആയിരിക്കും എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യ ദിവസത്തിലെ മത്സരങ്ങളുടെ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ദിവസങ്ങളിലേക്ക് കടക്കാം. 2ാമത്തെ ദിവസത്തിൽ നടക്കാൻ പോകുന്ന ഫസ്റ്റ് ഹവറിലെ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഒബാഫെമിക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുകൂടാതെ ആദ്യ മണിക്കൂറിൽ നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതൊരു 6-man ലാഡർ മത്സരമാണ്. ചാമ്പ്യനായ പെൻഡ, ഹോൾ ഓഫ് ഫെയിമറായ റെയ്മിസ്റ്റിഡിയോ, ഡ്രാഗൻ ലീ, JD മക്ഡൊണ, റൂസേവ്, ജിവോൺ എവൻസ് തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരത്തിൽ പെൻഡ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ ഫിൻ ബാലർ, അതായത് ഫിൻ ബാലറിൻ്റെ ഡീമൻ ക്യാരക്ടറിൽ വരുന്ന അൾട്ടർ ഈഗോ ക്യാരക്ടറിൽ വരുന്ന ഡീമൻ ബാലർ, അദ്ദേഹം ഡൊമിനിക് മിസ്റ്റീരിയോക്കെതിരെ മത്സരിക്കുന്ന ഒരു 1-on-1 മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫിൻ ബാലറിൻ്റെ അൾട്ടർ ഈഗോ കഥാപാത്രം വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാമി സെയിൻ ട്രിക് വില്യംസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നുണ്ട്.
ട്രിക് വില്യംസ് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകാൻ സാധ്യത കൂടുതലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. കൂടാതെ ജേഡ് കാർഗിൽ വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ റിയ റിപ്ലി പുതിയ വുമൻസ് ചാമ്പ്യൻ ആകാനാണ് സാധ്യത കൂടുതൽ. റസൽമീനിയ 42 മെയിൻ ഇവൻറ്റ് മത്സരം രണ്ടാമത്തെ ദിവസത്തിലെ ഏറ്റവും അവസാനത്തെ മത്സരമായി നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് CM Punk വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ CM Punk റോമൻ റീൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്, അടുത്ത ഞായറാഴ്ച, തിങ്കളാഴ്ച ഏപ്രിൽ 19, ഏപ്രിൽ 20 തുടങ്ങിയ ദിവസങ്ങളിലാണ് ഈ ഷോസ് നടക്കുന്നത്. രാവിലെ പുലർച്ചെ 3:30 മുതലാണ് ഈ ഒരു ഷോ ലൈവ് ആരംഭിക്കുന്നത്. സമയത്തിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.